ഹേ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടക്കടവിലാണ് കേട്ടോ. ഇതെന്റെ മാമന്റെ വീടാണ്. ഇത് മാമി, ഞങ്ങള് മാമി എന്നല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവളെ മാമിയാണ്, നന്നായിട്ട് മാമി ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ഇന്നിപ്പം നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കരിമീനാണ് കേട്ടോ. ഈ മീൻ ഇത് കരിമീൻ, ഇത് ചെമ്പല്ലി. അപ്പൊ നമ്മളിത് മാമിന്റെ സ്പെഷ്യൽ മസാലയൊക്കെ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കും. പിന്നെ അപ്പൊ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോ കാണാം. ഓക്കെ ഗൈസ്. അപ്പം ഇത് നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. അപ്പം ഒരു 10 മണിയൊക്കെ ആകുമ്പോ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കൊണ്ട് തോല് ചെത്തി ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ മാമൻ. ആള് 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് വരിക. പ്രവാസിയാണ്. ഞങ്ങൾക്ക് വേണ്ട ഞണ്ട്, മീൻ ഒക്കെ വാങ്ങി മാമ സെറ്റായി ടിവിയാണ് റെസ്റ്റ് എടുക്കണം. ഇപ്പൊ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴാണ് നേരം വിളത്താൻ. കൽത്തപ്പം മാമി ഇവിടെ തന്നെ ആക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുളക് പൊടിയോ മാമേ? മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. വെളുത്തുള്ളി മാമേ, ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകുണ്ട് പേസ്റ്റ് ആക്കി വെച്ചല്ലേ. മല്ലിച്ചപ്പ്, കരിവേപ്പില. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചത്. പുതിയ ഉപ്പായ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് പുളിവെള്ളം ഒഴിച്ചാലോ മാമി? ആ, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ട് വെക്കുകയാണ് കേട്ടോ. പുഴമീൻ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. വലിയ ചെമ്പല്ലി അല്ലേ മാമി രസം ഉണ്ടാവുക? ചെറുതോ മീഡിയോ? നല്ല ടേസ്റ്റ് ഉണ്ട്. മാമിക്ക് പിന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. നമ്മൾക്ക് ഒരു വനിത ഹോട്ടലുണ്ട് കോട്ടക്കടവ് പുഴയുടെ അടുത്ത് തന്നെയാണ്. കാർത്തിക ഹോട്ടൽ അല്ലേ. നല്ല ഫുഡാണ് കേട്ടോ. കുറച്ച് ചേച്ചിമാര് വെച്ച് നടത്തുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ എല്ലാരും പോയി കഴിക്കാം. നല്ല കുപ്പായാണല്ലോ. എന്താണ് ഇപ്പൊ ഏകദേശം മസാലയൊക്കെ നമ്മള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്ര മണിക്കൂർ? ഒരു 1 hour മാമിയെ? 1 മണിക്കൂർ വെക്കുന്നത് കുറച്ചു നേരം. ഒരു നമ്മള് ഫുഡ് കഴിക്കാൻ നേരത്തായിരിക്കും വറുക്കുക. അപ്പൊ അതുവരെ അത് മസാല പിടിക്കട്ടെ. ഇത് മാമി ഇവിടെ ഉണ്ടാക്കിയ കൽത്തപ്പാണ് കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിന്റെ വലിയ പാല് പോയമ്മ. അമ്മ ഭയങ്കര എക്സ്പേർട്ട് ആണ് കേട്ടോ. പുഴയിൽ എന്തൊക്കെ അമ്മക്ക് സുലഭാണല്ലേ. കണ്ടോ അമ്മക്ക്? അത് പെട്ടെന്ന് അമ്മ ഉണ്ടാക്കുകയും ചെയ്യും, മുറിക്കുകയും ചെയ്യും, ക്ലീൻ ആക്കുകയും ചെയ്യും ഒക്കെ അറിയാം.
കാലം നമുക്ക് തൊട്ടടുത്ത് കൂടെ ഒരു പുഴ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞങ്ങളെല്ലാരും കൂടെ ഞണ്ട്, കടുക്ക, ഇരുന്തൊക്കെ തോണിക്കാരിങ്ങനെ കൊണ്ടുപോകും. പിന്നെ പാത്രം എടുത്ത് ഓടും കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും ചെയ്യും. ആദ്യം ഇങ്ങനെ തോണിക്കാ കൊണ്ടുപോവാ, ഇപ്പൊ ഇങ്ങനെ ബൈക്കിന് കൊണ്ടുവരും സാധനങ്ങളൊക്കെ. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടും. ഞണ്ടും കടുക്കും ഒക്കെ എരുമ്പൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാവുക. എത്ര ഉള്ളി വേണ്ടമ്മ? മാമി ഒരു 4 എണ്ണമൊക്കെ വേണ്ടിയിട്ടില്ലേ? പാല് കുടിച്ചോന്നേ. ചായ കുടിക്കണ്ടേ? ഇത് എന്റെ അമ്മേന്റെ അനിയത്തിയാണ് കേട്ടോ. ആൾക്ക് ചെറിയൊരു കട ഉണ്ട്, കോട്ടക്കടവ് കോട്ടപ്പടി. അപ്പൊ ആള് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഞങ്ങള് ബുദ്ധിമുട്ടിക്കുമ്പോ ഇങ്ങനെ തിന്നാനും കുടിക്കാനൊക്കെ ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ ആ ഷോപ്പിൽ തന്നെ ഇരിക്കും. ഞങ്ങള് കളിയാക്കണ്ട എന്താ വെച്ചാൽ പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ആള് ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത ആള് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ട്, പൊളിയാണ്. പ്രൗഡാണ് പ്രൗഡ്. ഞണ്ടുണ്ടാക്കിട്ട് നമുക്ക് അടുത്തെന്താ മമ്മിയെ എഴുതല്ലോ. മാമിക്ക് നാളെ ഒരു തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞണ്ട് റോസ്റ്റ്. പക്ഷെ അത് ഫ്ലോപ്പായി. മാമി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പോവാണ് മാമി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത്. ഉലുവട ഉണ്ട് മാമി ആദ്യം. അടിപൊളി റെസിപ്പി കേട്ടോ. ഞാൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല, മാമി എന്തുണ്ടാക്കിയാലും, അതായത് എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണ്. ഉലുവട്ടില്ലേ വെളിച്ചെണ്ണയില്, പിന്നെ പെരുംജീരകം അല്ലെ. ആദ്യം ഉലുവട്ട്, ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഉലുവട്ട് പിന്നെ പെരുംജീരകം ഇട്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് നന്നായിട്ട് കൊടുക്കുക. അതൊരു കളർ മാറണ വരെ മാമിയെ. എന്ത് കളറോ അങ്ങനെ ഉണ്ടോ അതിന്റെ ഒരു സ്മെല്ല് ഇതാവുന്ന വരെ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളി ഇട്ടോ. ഓക്കെ, ഉള്ളി വാടാൻ വേണ്ടിട്ട് അത് കുറച്ച് ഇട്ട് കൊടുത്ത്. ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വാടി വരട്ടെ. ഉള്ളീൻ്റെ ഒരു കളറൊക്കെ മാറി ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പം നമ്മൾ അത്യാവശ്യം 4 തക്കാളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട് അല്ലേ. ഇനിയൊരു ഇതൊന്ന് വെന്ത് വന്നിട്ട് പൊടിയൊക്കെ ഇടാം അല്ലേ. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. കുരുമുളക് ലാസ്റ്റിലായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ ഒരുമിച്ചിടുക. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും നന്നായിട്ട് പിടിച്ച് നല്ലൊരു ഡ്രൈ ആയിട്ടോ. ഇനി ഈ ഡ്രൈ ആയ ഈ ഒരു ഗ്രേവിയിലേക്ക് വേണം നമുക്ക് ക്രാബ് ഇട്ട് കൊടുക്കാം.
തിരുവെള്ളം വെക്കണോ? എന്താ കേക്കാനേ കേടായിരുന്നുണ്ട്. പാത്രം അടുത്തതാ നമ്മൾ ഉണ്ടാക്കാൻ പോണം. ഞാൻ പെറുക്കിട്ടല്ലോ. അടുത്തത് നമ്മള് എരുമ്പ് തളിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം നമ്മള് കഞ്ഞിക്ക് ഇത് കൂട്ടൂട്ടോ. സ്കൂളൊക്കെ കൂട്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോ നമ്മള് ഒരു 10 മണിയാകുമ്പോ കഞ്ഞൂടി ഉണ്ട് അമ്മമ്മ അമ്മച്ചനൊക്കെയുള്ള ടൈമില്. അപ്പൊ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉഡിമാവ എന്താണ് കഞ്ഞി പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഞങ്ങള് മൂത്ത മാവുണ്ട് കേട്ടോ. മാമ ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ മാവ് ഞങ്ങള് കഴിക്കാത്തതിനൊക്കെ നന്നായിട്ട് ചീത്ത പറയും. കണ്ണുരുട്ടി ഇങ്ങനെ പെരുപ്പിക്കും. ഇവിടെ ഒരടുപ്പുണ്ട്, പുറത്തൊരടുപ്പുണ്ട്. അപ്പൊ ഇത്രയും വിഭവങ്ങള് മാമി ഓടിച്ചാടിയാണ് പണിയെടുക്കണത്. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഓലനാണ് കേട്ടോ. ഓലൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. മാമന് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. മാമിയെ മാമന് രസം ഇഷ്ടമാണ്. രസം ഞങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോ മാമി ഒന്ന് മാറിക്കടന്നു. മാമി പെട്ടെന്ന് സ്പീഡിലെടുക്കും. പക്ഷെ അരിഞ്ഞു കൊടുക്കാനുള്ളത് അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രല്ല മാമൻ പോവാനായിട്ടോ. അപ്പൊ മാമി പിന്നെ അതിന്റെ ഒരു സെഡാണ് ജന്തും പിന്നെ എരുന്തൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ പച്ചക്കറിക്ക് പകരം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. മെയിനായിട്ട് എന്താ അവിടെ ഒരു ചെറിയൊരു അടുപ്പ് പോലെ ഉണ്ട്. ഇവിടെ അടുപ്പില്ല. ഇവിടെ ഇങ്ങനെ ഗ്യാസ് സംഭവിച്ച് പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും വെച്ചിട്ടാണ് മാമി ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കൊരു നിർബന്ധം എന്ന് വെച്ചാൽ മാമീന്റെ ഉണ്ടാക്കണം. എന്റെ അമ്മനെ ഞാൻ അതിനുള്ളിൽ കേട്ടിട്ടില്ല. കാരണം മാമി ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും രസമല്ലേ. അപ്പൊ പിന്നെ ഈ ഫുഡ് കഴിക്കാനാവട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ കുറച്ചു നേരം. എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചു. അപ്പൊ അതിനി നമുക്ക് വറുത്തെടുക്കണം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊന്ന് ചതച്ചിട്ട് ഇതിലിടും. ഈ വെളിച്ചെണ്ണയിലിടും. പിന്നെ കുറച്ച് കറിവേപ്പില കഴിഞ്ഞപ്പോ പിന്നെ മീനിട്ടു. ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ മസാല തേച്ച് വെച്ച് നമ്മുടെ മീനിലേക്ക് കുറച്ചുകൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്നും കൂടെ തൂവി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നല്ലൊരു ഫ്രഷ് ആയി നമുക്ക് നല്ല കഴിക്കുമ്പോൾ നല്ലൊരു ആ ഒരു ടേസ്റ്റ് കിട്ടും. മസാല തേച്ച് വെച്ച മീനിൽ കുറച്ചുകൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പിന്റെ പേസ്റ്റ് പൊരിക്കാൻ നേരം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീനിന്റെ ആ ഒരു ഉള്ളിലേക്കൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. മീൻ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് അത്ര വേവില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales on.
അപ്പോൾ ഒരു 1:30 ആയപ്പോഴേക്ക് നമ്മുടെ എല്ലാ വിഭവങ്ങളും സെറ്റാക്കി കേട്ടോ. അപ്പം ഇതൊരു എന്ത് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ ഉള്ള. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.